ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അവ അഭ്യസിക്കുന്നവൻ രക്ഷ കണ്ടെത്തും. നമുക്ക് ഈ തലമുറയിലെ യുവജനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ് ഇവ മൂലം തകർന്നു പോകുന്ന യുവജനങ്ങളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കലാലയങ്ങളിലും മറ്റും കഞ്ചാവും മയക്കുമരുന്നും വിൽപ്പന നടത്തുകയും വാങ്ങുകയും ചെയ്യുന്ന സകല മക്കളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതിനെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ നേതാക്കന്മാരെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ ചലനം എല്ലാ മക്കളിലും എല്ലാ സൃഷ്ടികളിലും ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കും: വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ഈ തിരുവചനത്തിൻ്റെ യോഗ്യതയാൽ സകല മക്കളെയും സകല യുവജനങ്ങളെയും വിശുദ്ധരാക്കി മാറ്റണമേ. അവയെ അഭ്യസിക്കുന്നവൻ രക്ഷ കണ്ടെത്തുമെന്ന് പറഞ്ഞുവല്ലോ. ജ്ഞാനം അഭ്യസിക്കുവാൻ ഈ യുവതലമുറയെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ. ഓരോ യുവജനങ്ങളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധി തന്നുറവിടമാകും പരിശുദ്ധാത്മാവേ, വിശുദ്ധി തന്നുറവിടമാകും പരിശുദ്ധാത്മാവേ, വിശ്വാസികൾ തൻ കൂട്ടായ്മയിലെ എഴുന്നള്ളിയിടണമേ.